PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് 16ാമത്തെ സെറ്റ് ചോദ്യമാണ്. ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഓൾറെഡി നമ്മൾ 15 സെറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രസ്താവനാ ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല ആദ്യത്തെ 11 സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ് ഇത്തരം പ്രസ്താവനാ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ശരിയുത്തരത്തിലേക്ക് നമ്മൾ എലിമിനേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് ശരിയുത്തരത്തിലേക്ക് എത്തുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യത്തെ 11 എണ്ണം കൃത്യമായി കാണുക. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നിങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെയാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മുടെ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ് നമ്മൾ കൂടുതൽ ഈ ചാനലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതിൽ മറ്റു പല പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിലെയും ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണുക. ഉറപ്പായിട്ടും എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കും, അതിൻ്റെ പ്രസ്താവനകൾ വായിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രസ്താവന ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞാൻ ഈ 4 പ്രസ്താവനകളും ഈ ABC എന്ന് തുടങ്ങുന്ന 4 പ്രസ്താവനകളും വായിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ ഓരോ പ്രസ്താവനയും കേട്ടതിന് ശേഷം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ശരിയുത്തരം പറയും. നിങ്ങൾക്ക് ആൻസർ ശരിയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. നമുക്ക് A എന്ന പ്രസ്താവന നോക്കാം. എയിൽ പറയുന്നത് പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവസൂചികയായി ഉപയോഗിക്കുന്ന സസ്യമാണ് ലൈക്കൺ എന്ന് പറയുന്നു. ഒന്നുകൂടെ കേൾക്കുക. പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവസൂചികയായി ഉപയോഗിക്കുന്ന സസ്യമാണ് ലൈക്കൺ. ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത B എന്ന് പറയുന്ന പ്രസ്താവന പറയുന്നത് ജലത്തിൻ്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ഒരു തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. എന്താണ്? ജലത്തിൻ്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ഒരു തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ എന്നാണ് രണ്ടാമത്തെ B പ്രസ്താവന പറയുന്നത്. ശരിയോ തെറ്റോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത C എന്ന് പറയുന്ന പ്രസ്താവന കാണുക. ഇക്കോളജിയുടെ പഴയ പേരാണ് ബയോണോമിക്സ്. ഇക്കോളജിയുടെ പഴയ പേരാണ് ബയോണോമിക്സ്. അടുത്ത 4ാമത്തെ D പ്രസ്താവന പറയുകയാണ് ഒലീവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ഗഹിർമാത ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഒന്നുകൂടി വായിക്കാം. ഒലിവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ഗഹിർമാത ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇങ്ങനെ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. അതിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ D ആണ് തെറ്റായ പ്രസ്താവന. ഇത് എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒലിവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ഗഹിർമാത ബീച്ച്, ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലല്ല, മറിച്ചത് ഒഡീഷയിലാണ്. ഒഡീഷ. അപ്പോൾ ഒഡീഷ എന്നായിരുന്നെങ്കിൽ ഈ പ്രസ്താവന ശരിയാകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഡീഷ വരേണ്ട സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ വന്നതുകൊണ്ടാണ് ഈ പ്രസ്താവന തെറ്റിപ്പോയത്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 2 പ്രസ്താവനകൾ നമുക്ക് നോക്കാം. പ്രസ്താവന 1 പറയുന്നത് ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോ ബയാൻ പ്രസ്ഥാനം എന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോ ബയാൻ പ്രസ്ഥാനം. ഇത് ശരിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ തെറ്റ്. നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന 1977 വങ്കാരി മതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. 1977 വങ്കാരി മതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ്. അപ്പോൾ നിങ്ങൾ ഈ 2 പ്രസ്താവനകളും കേട്ടു. നിങ്ങളുടെ ആൻസറും നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ഉത്തരമായി വരുന്നത് C ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള ഈ 2C എന്നൊരു ഓപ്ഷൻ കിട്ടിയ ആൾക്കാർക്ക് 2 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 3ാമത്തെ ചോദ്യം പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്റ്റ് ടൈഗർ
പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷമാണ് 1973 എന്ന് പറയുന്നു. ഒന്നുകൂടി കേൾക്കുക. കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ വർഷമാണ് 1973. നിങ്ങളുടെ ഉത്തരം മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന കേൾക്കുക. പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ ആദ്യ സങ്കേതമാണ് നാഗാർജുന ശ്രീശൈലം ദേശീയോദ്യാനം. പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ ആദ്യ സങ്കേതമാണ് നാഗാർജുന ശ്രീശൈലം ദേശീയോദ്യാനം. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന വായിക്കുകയാണ്. കേരളത്തിൽ പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ ആദ്യ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. കേരളത്തിൽ പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ ആദ്യ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇപ്പം നിങ്ങൾ ഈ 3 പ്രസ്താവനകളും കേട്ടപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഇവിടെ ശരിയുത്തരമായി വരുന്നത് ഡി ആണ്. ഡി ഓപ്ഷനാണ്. അതായത് 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണെന്നാണ് പറയുന്നത്. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, മൂന്നാമത്തെയും പ്രസ്താവനയും ശരിയാണ്. 2 തെറ്റിപ്പോയി. ഈ 2 തെറ്റിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് ടൈഗർ നടപ്പാക്കിയ ആദ്യ സങ്കേതം നാഗാർജുന ശ്രീശൈലം എന്നാണ്. ഇത് തെറ്റിപ്പോയി. ഇത് നാഗാർജുന ശ്രീശൈലത്തല്ല ആദ്യമായിട്ട് നടക്കുന്നത്, കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്, കോർബറ്റ്. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർ, അതായത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി. ഞാൻ നമ്മുടെ ആദ്യത്തെ 11 സെറ്റ് ക്വസ്റ്റ്യൻസിൽ ഇതെങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങളിത് കണ്ടാൽ വളരെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. എന്നിട്ട് പറയുന്നത് ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് 4ാമത്തെ ചോദ്യവും. ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കുക. ഇവിടെയും 2 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന വായിക്കാം, അത് കേൾക്കുക. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത പ്രസ്താവന 2 പറയുകയാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഇങ്ങനെ 2 പ്രസ്താവനകൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ശരിയുത്തരം പറയാം. അത് ഓപ്ഷൻ എ ആണ്. അതായത് പ്രസ്താവന 1 ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. കാരണം ഇതിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ജനീവയല്ല, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ്. ഇവിടെ ഗ്ലാൻഡ് ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഈ ഉത്തരം ശരിയാകുമായിരുന്നു. പകരം ജനീവ വന്നതുകൊണ്ട് തെറ്റിപ്പോയി. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസിന് ശരിയായിട്ടുള്ളവർക്ക് 4 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെയും പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നോക്കാം. നമുക്ക് 5ാമത്തേത്. അതിൽ 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എർത്ത് ഷോട്ട് പുരസ്കാരം നൽകുന്നത് റോയൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എർത്ത് ഷോട്ട് പുരസ്കാരം നൽകുന്നത് റോയൽ ഫൗണ്ടേഷൻ ആണെന്നാണ്. ഇത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇക്വേറ്റർ പ്രൈസ് നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇക്വേറ്റർ പ്രൈസ് നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ശരിയോ തെറ്റോ? നിങ്ങളുടെ ഉത്തരം മാർക്ക് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന പറയുന്നു. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നു. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആണെന്നാണ് 5ാമത്തെ ചോദ്യവും പറയുന്നത്. അപ്പം നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഇതിനകത്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ശരിയുത്തരം ഞാൻ പറയാം. ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ. അതായത് 1, 2, 3 എന്നുള്ള സി ഓപ്ഷനാണ് ഇതിൻ്റെ ശരിയായിട്ട് വരുന്നത്. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 5 സി ഓപ്ഷനാണ്. അപ്പോൾ 5 സി ഓപ്ഷൻ കിട്ടിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 നമുക്ക് നോക്കാം.
ലോകത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് പാൻഡനാൽ ചതുപ്പ് നിലമാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് പാൻഡനാൽ ചതുപ്പ് നിലമാണെന്ന് പറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. പാൻഡനാൽ ചതുപ്പ് നിലം കാനഡയിലാണെന്നാണ് പറയുന്നത്. എന്താണ്? പാൻഡനാൽ ചതുപ്പ് നിലം കാനഡയിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് പ്രസ്താവനയാണ്. നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യം എന്താണെന്ന്, എന്തായാലും ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും ഇതിൻ്റെ ചോദ്യം എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചോദ്യം ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ രണ്ട് പ്രസ്താവനകളും വായിച്ചു. അതിൽ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ആ ഓപ്ഷൻ ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക. ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. അതായത് പ്രസ്താവന 1 പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് പാൻഡനാൽ ചതുപ്പ് നിലമാണ്, അത് ശരിയാണ്. പ്രസ്താവന 2 പറയുന്നത് പാൻഡനാൽ ചതുപ്പ് നിലം കാനഡയിലാണ്, അതാണ് തെറ്റിപ്പോയത്. ഈ പാൻഡനാൽ ചതുപ്പ് നിലം കാനഡയിലല്ല, ബ്രസീലിലാണ്. അപ്പോൾ ബ്രസീൽ എന്നായിരുന്നുവെങ്കിൽ അതുകൂടി ശരിയാകുമായിരുന്നു. പക്ഷേ പകരം കാനഡ കൊടുത്തതുകൊണ്ട് തെറ്റിപ്പോയി. ഇനി അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 6 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. ശരിയായ ജോഡികൾ, ഇവിടെ ചില ജോഡികൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല അടുത്ത മാസം തൊട്ട് നമ്മൾ കണക്ക്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ടോപ്പിക്കിന് ഒരു ഡെയിലി പരീക്ഷ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. വാട്സപ്പിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ടെലഗ്രാമിലും വാട്സപ്പിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ഒരു 2 മാസമാണ്, അതിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അത് ഓൾറെഡി ഇപ്പോൾ കുറച്ച് പേര് അതിനകത്ത് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് വരിക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ പറയുന്നത് ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ്. അപ്പം നോക്കുക ശരിയായ ജോഡികൾ ഏതെല്ലാം. 1ാമത്തെ ജോഡി നിങ്ങൾ നോക്കുക. ഇവിടെ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് WG റോസനെയാണ്. ബയോഡൈവേഴ്സിറ്റി WG റോസൻ. ധാന്യപ്പന്തുകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഫുക്കുവോക്കയാണ്. സ്പിരിച്വൽ ഹോളിസ്റ്റിക് ഫാമിംഗ് സുഭാഷ് പലോക്കർ. സൈലന്റ് സ്പ്രിങ് റേച്ചൽ കഴ്സൺ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ നോക്കുക. ബയോഡൈവേഴ്സിറ്റി ആരുമായിട്ടാണ്? WG റോസനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ധാന്യപ്പന്തുകളെ ഫുക്കുവോക്കയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സ്പിരിച്വൽ ഹോളിസ്റ്റിക് ഫാമിനെ സുഭാഷ് പലോക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൈലന്റ് സ്പ്രിങ്ങിനെ റേച്ചൽ കഴ്സണുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് ഇവിടെ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതുണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന 4 ജോഡിയും ശരിയാണെന്നുള്ളതാണ്. ഈ 4 ജോഡിയും ശരിയാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 7A ആണ്. ആ 7 എണ്ണം ശരിയാക്കിയിട്ടുള്ളവർക്ക് 7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 8ാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പോൾ 1ാമത്തെ പ്രസ്താവന, നമ്മുടെ 8ാമത്തേൽ 1ാമത്തെ പ്രസ്താവന നോക്കുക. ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ ആവാസ കേന്ദ്രം അഥവാ ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നു. ഇത് കേട്ടിട്ട് ശരിയോ തെറ്റോ എന്ന് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ മാർക്ക് ചെയ്യുക. ഒരു മൃഗത്തിൻ്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിൻ്റെയോ സ്വാഭാവിക ഭവനത്തെ ആവാസ കേന്ദ്രം അഥവാ ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നു. ഇനി 2ാമത്തെ പ്രസ്താവന പറയുന്നത് ശ്രദ്ധിക്കുക. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ശരിയോ തെറ്റോ എന്ന് മാർക്ക് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന നോക്കുക. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. 4ാമത്തെ പ്രസ്താവന പറയുന്നത് ദേശാടനം നടത്തുന്ന വന്യജീവികൾ, അതുപോലെ പക്ഷികൾ, കടൽ ജീവികൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രാബല്യത്തിൽ വന്ന കരാറാണ് ബോൺ കൺവെൻഷൻ. അപ്പോൾ എന്താ നോക്കുക, ദേശാടനം നടത്തുന്ന വന്യജീവികൾ, പക്ഷികൾ, കടൽ ജീവികൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രാബല്യത്തിൽ വന്ന കരാറാണ് ബോൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ 4 പ്രസ്താവനകൾ ഞാൻ വായിച്ചു. അതിൽ ശരിയേത് തെറ്റേതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക. ഓക്കെ, ഇതിൽ 8ാമത്തേതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത്
ഡി ആണ്, ഓപ്ഷൻ ഡി. അതായത് 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ് അല്ലേ? അപ്പോൾ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 1, 3, 4. രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ ഈ ഡെറാഡൂൺ അല്ല, പകരം ന്യൂഡൽഹി ആയിരുന്നു വരേണ്ടത്. ന്യൂഡൽഹി, ഞാൻ ND എന്നേ എഴുതുന്നുള്ളൂ, ന്യൂഡൽഹി. അപ്പോൾ എന്താണ്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി വരേണ്ട സ്ഥലത്ത് ഡെറാഡൂൺ വന്നതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അപ്പോൾ അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 9ാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. അതാണ്. അപ്പോൾ പ്രസ്താവന 1 നോക്കുക. ഉപദ്രവകാരികളായ പദാർത്ഥങ്ങളുടെ രാജ്യാന്തര നീക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് ബേസൽ കൺവെൻഷൻ. എന്താണ്? ഉപദ്രവകാരികളായ പദാർത്ഥങ്ങളുടെ രാജ്യാന്തര നീക്കം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് ബേസൽ കൺവെൻഷൻ. പ്രസ്താവന 2 പറയുന്നത് നോക്കുക. ഓസോണിന് ഹാനികരമായ പദാർത്ഥങ്ങളെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോണിന് ഹാനികരമായ പദാർത്ഥങ്ങളെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇങ്ങനെ 2 പ്രസ്താവനയും ഞാൻ വായിച്ചു. ശരിയേത് തെറ്റേതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഈ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള, അതായത് 9C ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 9C, 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ 9 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 10ാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുന്നു, ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയായ പ്രസ്താവനകൾ ഏതപ്പോൾ ശരിയായ നമ്മൾ വട്ടം വരച്ചിടുന്നു. എന്നിട്ട് നമ്മൾ പ്രസ്താവനകൾ 1ാമത്തെ വായിക്കുകയാണ്. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി എന്നാണ് 1ാമത്തെ പ്രസ്താവന പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നു, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്നറിയപ്പെടുന്നത്. നോക്കുക, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നു 2ാമത്തെ പ്രസ്താവന. ഇത് ശരിയോ തെറ്റോ? 3ാമത്തെ പ്രസ്താവന നോക്കുക. 2015 പാരീസ് ഉടമ്പടി കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2015 പാരീസ് ഉടമ്പടി കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയോ തെറ്റോ? 4ാമത്തെ പ്രസ്താവന നോക്കുക. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് അല്ലേ? നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ 10ാമത്തേൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മളിവിടെ ഇട്ട എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പ്രസ്താവന ചോദ്യങ്ങൾ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സ്ഥിരമായിട്ട് കമൻ്റ് അയക്കുന്നുണ്ട്. കമൻറ്റ് ചെയ്ത് നന്നായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് കമൻറ്റ് ചെയ്യുന്നതിന്. നിങ്ങളീ കാണുന്ന എല്ലാവരും ഒന്നും പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. കാരണം ഒത്തിരി ആൾക്കാരും 3000 4000 ഒക്കെ കണ്ടിട്ടും ലൈക്ക് വളരെ 200 അത്രയൊക്കെ ഉള്ളൂ, ചിലത് 100ന് താഴെയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും അതേപോലെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്താലേ ഈ ചാനൽ നിലനിൽക്കത്തുള്ളൂ, ഒത്തിരി പേരിലേക്ക് ഇത് റീച്ച് ആവത്തുള്ളൂ. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്കും ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യണം. എങ്കിലേ ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 11ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. ബാക്കി അടുത്ത പേജിലാണ്. അടുത്ത പേജിൽ പറയുന്നത് ശരി കണ്ടെത്തുക എന്നുള്ളതാണ്. ശരി കണ്ടെത്തുക. പ്രസ്താവന 1ആണോ ശരി, 2ആണോ ശരി, 1 ശരിയും 2 തെറ്റുമാണോ, അങ്ങനെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രസ്താവന നോക്കാം. ഇതിൽ നിന്ന് ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അടുത്ത പേജിലാണ്. അപ്പോൾ ഞാനത് വായിക്കാം. ഇതിൽ ശരി ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പ്രസ്താവന 1 പറയുന്നു, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നു. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം
ഹൈഡ്രോസ്ഫിയർ ആണെന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോസിസ്റ്റം ഹൈഡ്രോസ്ഫിയർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആൻസർ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ ഓപ്ഷൻസിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ശരിയുത്തരമായി വരുന്നത് പ്രസ്താവന 2 ശരിയാണ് 1 തെറ്റാണെന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് 11ാമത്തേതിൻ്റെ ഉത്തരമായി വരുന്നത് ബി ആണ്. പ്രസ്താവന 2 ശരിയാണ് 1 തെറ്റാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. പ്രസ്താവന ബി ആയിട്ട് വരുന്നത് പ്രസ്താവന 2 ശരിയാണ് 1 തെറ്റാണെന്നുള്ളതാണ്. പ്രസ്താവന 2 ശരി 1 തെറ്റ്. ഇവിടെ 1 തെറ്റിപ്പോകാനുള്ള കാരണം ഇൻസിറ്റീവ് കൺസർവേഷൻ അല്ല ഇവിടെ അറിയപ്പെടുന്നത്, പകരം എക്സിറ്റീവ് കൺസർവേഷൻ എന്നാണ്. അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഇൻസിറ്റീവ് അല്ല എക്സിറ്റീവ് ആണ്. ഇൻസിറ്റീവ് അല്ല എക്സിറ്റീവ്. അപ്പോൾ അതാണ് തെറ്റിപ്പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു സാഹിത്യ നൊബേൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ സാഹിത്യ നൊബേൽ മാത്രമായിട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2023 ഈ ജൂൺ ഫൊസെ എന്നുള്ളത് തന്നെയാണ്. ഇദ്ദേഹം നോർവേക്കാരനാണ്, പ്രത്യേകം അറിഞ്ഞിരിക്കുക. 2023 സാഹിത്യ നൊബേൽ നേടിയിട്ടുള്ളത് ജൂൺ ഫൊസെയാണ്. 2023 നോർവേക്കാരനാണ്. ഇനി 2022 നമുക്കറിയാം ആനി എർണോയായിരുന്നു. ആനി എർണോ അത് ഫ്രാൻസ് സ്വദേശിയാണ് അല്ലെ, ഫ്രഞ്ചുകാരിയാണ് അല്ലെ, ഫ്രാൻസ് സ്വദേശിയാണ് ആനി എർണോക്സ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ലൂയിസ് ഗ്ലുക്ക് ആണ്. കാരണം ഈ കഴിഞ്ഞിടക്ക് മരിച്ചുപോയതാണല്ലോ, ഇവരെ അന്തരിച്ചൊരു വ്യക്തിയാണ് ലൂയിസ് ഗ്ലുക്ക്. അതുകൊണ്ട് ലൂയിസ് ഗ്ലുക്ക് ഏറ്റവും സാധ്യത 2023 ജൂൺ ഫൊസെ, അല്ലെങ്കിൽ ആനി എർണോ, അല്ലെങ്കിൽ ലൂയിസ് ഗ്ലുക്ക്. ഇതാണ് കൂടുതൽ സാധ്യത. എന്ന് വെച്ച് ബാക്കി പഠിക്കണമെന്നല്ല. 2021 അബ്ദുൾ റസാഖ് ഗുർണയാണ്, ടാൻസാനിയയാണ്. ഇവരുടെ രാജ്യങ്ങളും ചിലപ്പോൾ ചോദിച്ചേക്കാം, ടാൻസാനിയ. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കാൻ. അതായത് സാഹിത്യ നൊബേൽ എന്ന് പ്രത്യേകം കൊടുത്തിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇത് ചേരുംപടി ചേർക്കാനായിട്ടായിരിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ക്വസ്റ്റ്യൻ എത്താൻ സാധ്യതയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സാഹിത്യ നൊബേൽ ജേതാവ് അല്ലാത്തത് ആരെന്ന് ചോദിക്കുക. ഇവരെല്ലാവരും തന്നിട്ട് ഇതൊന്നും പെടാത്ത ഒരാളെയും നോബൽ സമ്മാനത്തിൽ നിന്ന് മറ്റേതെങ്കിലും നോബൽ സമ്മാനം മേടിച്ച ഒരാളെയും ഇതിൻ്റെ കൂട്ടത്തിൽ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 രീതിയിൽ ഈ ഭാഗത്തു നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ അത്തരത്തിൽ ഈ പഠനത്തെ കാണണം. അതായത് ഇതൊന്നും വിട്ടുപോരുത്, കറക്റ്റായിട്ട് ഇവരെ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഞാൻ പറഞ്ഞല്ലോ, അതുകൂടി നോക്കി വയ്ക്കുക. 2019 പീറ്റർ ഹാൻകെയാണ്, ഓസ്ട്രിയ. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.